രണ്ടു ദിവസമായി ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളിൽ വരുന്നൊരു വാർത്തയാണ് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താനുള്ള പുതിയ കേന്ദ്രമായി ഒരു പരിശീലന കേന്ദ്രമായി ബംഗ്ലാദേശ് മാറുന്നു എന്നത്. എന്തുകൊണ്ടായിരിക്കും ബംഗ്ലാദേശിൽ അത്തരം ഒരു നീക്കം നടക്കുന്നത്? ബംഗ്ലാദേശിൽ കാരണം ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടി കൊടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. അന്നത്തെ പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു, പിന്നീടാണ് ബംഗ്ലാദേശായിട്ട് മാറിയിരിക്കുന്നത്. ബംഗ്ലാദേശിനെ ഒരു ഭീകരവാദി കേന്ദ്രമാക്കി പ്രവർത്തിച്ചാൽ അത് ഭാരതത്തിലേക്ക് ഏറ്റവും പെട്ടെന്ന് കടത്തിവിട്ട് ഭാരതം നശിപ്പിക്കാൻ സാധിക്കും. കാരണം ബംഗ്ലാദേശികൾ ഏറ്റവും കൂടുതൽ കുടിയേറുന്നത് എങ്ങോട്ടാണ്? ബംഗാളിലേക്ക്. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ആരാ? ബംഗാൾ ഗവൺമെൻറ്റാണ്. മമതാ ബാനർജി ഏത് സമയത്തും ഇപ്പോഴത്തെ പ്രസംഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സാധിക്കും, ഭാരത വിരുദ്ധമായുള്ള പ്രസംഗങ്ങളാണ് വ്യാപകമായി നടത്തുന്നത്. അതായത് ഈ ഭരിക്കുന്ന സർക്കാരിനെതിരെ, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെതിരെ ഏററ്റം വരെ പോകാനും പ്രവർത്തിക്കാനും ആരെ കൂട്ടുപിടിക്കാനും മമതാ ബാനർജി തയ്യാറാണ്. മുദ്രാവാക്യങ്ങൾ ഒരു പക്ഷേ ഭാരത് മാതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം. ഇത് മാത്രമല്ല, അതിർത്തി പ്രദേശങ്ങൾ കടന്നു വരാൻ വളരെ എളുപ്പത്തിലുള്ള പ്രവർത്തനമാണ് പല സ്ഥലത്ത് നടക്കുന്നത്. കുടിയേറ്റക്കാർ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ടാണ് SIRനെ എതിർക്കാൻ കാരണം എന്താ? അതിൻ്റെ കാരണം ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരിവിടെ നുഴഞ്ഞു കയറി പ്രവർത്തിക്കുന്നവർക്ക് മുഴുവൻ ഇവിടെ വോട്ടവകാശം കൊടുക്കുന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. ഈ നിലയ്ക്ക് നോക്കുന്ന സമയത്ത് ബംഗ്ലാദേശ് ഇതിൻ്റെ സെൻറ്ററാക്കി കഴിഞ്ഞാൽ അത് ഏറ്റവും എളുപ്പത്തിൽ ഭാരതത്തിലേക്ക് കടന്നു വരാൻ ഭാരതത്തിലെ ഭാരതീയരായുള്ള ശക്തികളെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് ഈ വിഭാഗം മനസ്സിലാക്കിയിരിക്കുന്നു. ഭാരതത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ ആകർഷിക്കാൻ പറ്റിയ, അവരുപയോഗിക്കാൻ പറ്റിയ സ്ഥലം എന്നുള്ള നിലയ്ക്ക് ബംഗ്ലാദേശിനെ അവർ സെൻറ്ററാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തുടർച്ചയായി തന്നെ പാകിസ്ഥാന് ഇന്ത്യ തിരിച്ചടികൾ നൽകുന്നു, അവരുടെ ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നു. ഇന്ത്യക്ക് കൃത്യമായി തന്നെ ജാഗ്രതയുണ്ട്, അവിടുത്തെ ഭീകരവാദ കേന്ദ്രങ്ങളെ കുറിച്ച് കൃത്യമായ വിവരമുണ്ട്. അതാണ് കാര്യം. അതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കുമോ ബംഗ്ലാദേശിലേക്ക് ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള, ലഷ്കർ-ഇ-തോയ്ബ അടക്കമുള്ള ഭീകരവാദ സംഘടനകൾ അവരുടെ കേന്ദ്രം അങ്ങോട്ട് മാറ്റുന്നത്? അത് ലഷ്കർ-ഇ-തോയ്ബയുടെ വലിയ സമ്മേളനത്തിൽ വെച്ചിട്ട് അവർ പ്രഖ്യാപിച്ചില്ലേ, അതിൻ്റെ നേതാവ്, ഞങ്ങൾക്ക് ഭാരതത്തെ നശിപ്പിക്കണം, അതുകൊണ്ട് ഞങ്ങൾ സെൻറ്റർ ബംഗ്ലാദേശിലേക്ക് മാറ്റി. അവർ തന്നെ പറഞ്ഞ് പരസ്യമായിട്ട്. അത് പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് ഈ വലിയ സമ്മേളനം നടത്തിയിരിക്കുന്നത്. ആ പാകിസ്ഥാനിൽ വെച്ച് നടത്തിയ വലിയ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അവർ ബംഗ്ലാദേശിനെ സെൻറ്ററാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും വലിയ താവളാക്കാൻ പറ്റിയത്, ഭീകര കേന്ദ്രമാക്കാൻ പറ്റിയത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിൽ അടുത്ത കാലത്ത് നടന്ന ഹിന്ദുവിരുദ്ധ, ക്ഷേത്രവിരുദ്ധ, ആചാരവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കറിയാം. നിരവധി സന്യാസിമാരെ അവിടെ ഉപദ്രവിച്ചില്ലേ? സന്യാസിമാരടക്കമുള്ളവരെ കൊല ചെയ്തില്ലേ? ആശ്രമങ്ങൾ ആക്രമിച്ചില്ലേ? ക്ഷേത്രങ്ങൾ ആക്രമിച്ചില്ലേ? അതാണ് ഈ ഭരണമാറ്റത്തിലൂടെ തന്നെ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം, അല്ലെ, ജിഹാദികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടു. അത് മുതലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ അത് ഭാരതവിരുദ്ധമാക്കാൻ ഉള്ള, ഭാരതവിരുദ്ധമാണ് ശരിക്കും. അവിടുത്തെ ഹിന്ദുക്കളെ കൊല്ലുക, അവിടുത്തെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക, അവിടുത്തെ ആശ്രമങ്ങൾ നശിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം. ഇതിൽ ഈ വാർത്തയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭീകരാക്രമണങ്ങൾ നടത്താനുള്ള പദ്ധതി, അതോടൊപ്പം തന്നെ അല്ലെ ഒരു അതിന്റെ കേന്ദ്രങ്ങൾ എല്ലാം അവിടെ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാൻ. അതെ, പാകിസ്ഥാനിൽ. കാരണം ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, പാകിസ്ഥാനാണ് നിർമ്മിക്കുന്നത്. രണ്ട് കാര്യമുണ്ട് പാകിസ്ഥാന്. ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ്. ഭാരതത്തിനെതിരായിട്ട് നിൽക്കാം, അതേ സമയത്ത് പാകിസ്ഥാൻ്റെ അജണ്ട ബംഗ്ലാദേശിനെ നശിപ്പിക്കുക എന്നുള്ളതും കൂടിയിട്ടാണ്. സ്വയമായിട്ട് രണ്ടും കൂടി പഴയതുപോലെ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും രണ്ടായി നിന്നത്
ബംഗ്ലാദേശ് വന്നതോട് കൂടിയിട്ട് അതിൽ മാറ്റം വന്നിരുന്നു. അല്ല, പക്ഷെ ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണല്ലോ. കാരണം നമ്മുടെ ആക്രമിക്കാനുള്ള ഈ ലോഞ്ചിങ് പേഡുകൾ അത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലായിരുന്നു ധാരാളം ഉണ്ടായിരുന്നത്. അപ്പോൾ ധാരാളം ഉണ്ടായിരുന്നത് ഇനി ബംഗ്ലാദേശിൽ അത് നിർമ്മിക്കാൻ പോവുകയാണ്. പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന അതിർത്തിയിൽ ഉണ്ടായിരുന്നതിന് മുഴുവൻ ബംഗ്ലാദേശിന്റെ ഭാഗത്തേക്ക് മാറ്റുന്ന സമയത്ത് അവർക്ക് സുരക്ഷിതമായ താവളാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് മാത്രമല്ല, അതിനെ അനുകൂലിച്ചുകൊണ്ടിരിക്കുന്ന കുടിയേറ്റക്കാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ബംഗാൾ. ബംഗ്ലാദേശിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം. ഇത് രണ്ടും കൂട്ടി വായിക്കണം. കാരണം അവരെ അനുകൂലിക്കുന്ന, അവരെ എതിർക്കാത്ത, ഭാരതം നശിച്ചാലും വേണ്ടിയില്ല എനിക്ക് ഭരണത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ബംഗാൾ മുഖ്യമന്ത്രി, ഇതേപോലെ അവരെ അനുകൂലിക്കുന്ന ഭാരതത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി, ഇതെല്ലാം ഇതിൽ കൂട്ടി വായിക്കേണ്ടതാണ്. വെറും ബംഗ്ലാദേശ് മാത്രമല്ല, ബംഗ്ലാദേശ് അവർക്ക് താവളം സെൻറ്ററാക്കാൻ പറ്റിയ ചാൻസ് അല്ല ഇപ്പം. കാരണം ഭാരത വിരുദ്ധമായുള്ള ഏറ്റവും വലിയ പ്രവർത്തനം നടക്കുന്ന അവിടെയാണ്. തീവ്രവാദികളെ മുഴുവൻ വളർത്തുന്ന അവിടെ പരസ്യമായിട്ടല്ലേ ഈ തീവ്രവാദികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ സർക്കാർ ബംഗ്ലാദേശിലെ അതെ തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. അവർ പറയുമ്പോഴാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം. ഇസ്കോൺ അടക്കമുള്ള സംഘടനകളെ നിരോധിക്കണം, ആ രീതിയിലേക്ക് ഒരു മതഭരണം, പാകിസ്ഥാനേക്കാൾ ക്രൂരമായ മതഭരണം നിരോധിക്കണമെന്ന് മാത്രമല്ല, അവരെ കൊല്ലാക്കൊല ചെയ്തു മർദ്ദിച്ച് അവശതയാക്കിയ സംഭവങ്ങളില്ലേ. അപ്പം അതുകൊണ്ടൊരു പാകിസ്ഥാനേക്കാൾ വലിയ തീവ്രമായിട്ടുള്ള നമ്മളതിനെ സഹായിച്ചിട്ടുണ്ടായി കൊടുത്തതാട്ടോ രാഷ്ട്രം. അതും കൂടി ചിന്തിക്കണം. അപ്പം ആ നിലയ്ക്കുള്ള ഒരു രാജ്യമാക്കി അതിനെ മാറ്റിക്കൊണ്ട് അതിൽ കൂടിയിട്ട് അതിർത്തി ലംഘിച്ച് കയറി ഇവിടെയും പ്രശ്നമുണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ അവർക്ക് സാധിക്കും. ഇതാണ് അവരുടെ ഉദ്ദേശം. ആ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ തീവ്രവാദ പ്രവർത്തനം തന്നെയാണ്. തീവ്രവാദികളുടെ കേന്ദ്രമാണ്. അവർക്ക് എല്ലാവിധ ഒത്താശയും പാകിസ്ഥാനിൽ നിന്നേക്കാൾ കൂടുതൽ ഒത്താശ. കാരണം പാകിസ്ഥാന് ഭയമുണ്ട്. പാകിസ്ഥാൻ ഇതേപോലത്തെ തീവ്രവാദ കേന്ദ്രങ്ങൾ മുഴുവൻ ഒരുവിധം ഭാരതം കഥ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും സെൻറ്ററാക്കാൻ പറ്റിയൊരു സ്ഥലം ബംഗ്ലാദേശാണ്. അപ്പോൾ ആ നിലയിലും കൂടി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഇത് എങ്ങനെ കൃത്യമായി അവസാനിപ്പിക്കാൻ കഴിയും ഇന്ത്യക്ക്? അതിനുള്ള സംവിധാനങ്ങളുണ്ടോ? സംവിധാനം ഇന്ത്യക്ക് ഉണ്ടാവും. പാകിസ്ഥാൻ അങ്ങനത്തെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ആ നിലയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടാകല്ലോ. ഇപ്പം ഉറപ്പാണല്ലോ. കാരണം അല്ല, ഇതിൽ മറ്റൊരു പ്രശ്നം, പാകിസ്ഥാനികൾ ഇന്ത്യയിലില്ല, ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ട്. അതാണ് ലക്ഷക്കണക്കിന് പാകിസ്ഥാനികൾ ഇന്ത്യയിലില്ല. പാകിസ്ഥാനികൾ ഇന്ത്യയിൽ വന്ന് പഠിക്കാൻ വന്ന അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവരെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ബംഗ്ലാദേശികൾ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനത്തും ഈവൻ ദില്ലിയിലടക്കം അവരുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ദില്ലിയിലോ കേരളത്തിലില്ല? അതെ ഞാൻ ദില്ലിയിലടക്കം എന്ന് പറയുമ്പം ഭരണസിരാ കേന്ദ്രമാണല്ലോ ഡൽഹി. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. കേരളത്തിൽ അവരുടെ ഏറ്റവും വലിയ കേന്ദ്രമല്ലേ. കേരളത്തിലെ എല്ലാ ഈവൻ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ സ്വിച്ച് ഇട്ടാൽ നടത്താൻ കഴിവുള്ളവരാണ് സ്വിച്ച്. അതല്ലോ കാര്യം എന്ന് പറഞ്ഞാൽ അതല്ലേ മുമ്പത്തെ ചർച്ചയിൽ നമ്മൾ പറയണ്ടായി. 5 മിനിറ്റ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടിയിട്ട് അവരെ വരുത്താൻ സാധിക്കുന്ന ആരാ വരുന്നത്? മലയാളികളായിട്ടുള്ള തീവ്രവാദികളല്ല അതിൽ കൂടുതൽ, ബംഗ്ലാദേശികളായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും അതിൽ വരുന്നത്. അടുത്ത കാലത്ത് തന്നെ എറണാകുളത്ത് ഒരുമിച്ച് കൂടി, കോഴിക്കോട് ഒരുമിച്ച് കൂടി വൻ പ്രകടനങ്ങൾ നടത്തി. ആ പ്രകടനങ്ങളിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? കേരളത്തിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയോ? ആരാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്? അതിൽ പങ്കെടുത്തതിൽ 80% ബംഗ്ലാദേശ് ഇവിടെ വന്ന് ജോലിക്ക് വരുന്നു എന്ന് പറയപ്പെടുന്ന ആൾക്കാരാണ്. അതെല്ലാ പിന്തുണയും കേരളത്തിലെ സർക്കാർ കൊടുക്കുന്നില്ലേ? കേരളത്തിലെ ആകെ ജനസംഖ്യ എത്രയാണ്? ഇപ്പം വന്നിട്ട് 8,60,00,000. ഈ ID കാർഡ് എന്താണ് പറയുക, പിന്നെ നമ്മുടെ എത്ര പേർക്കാണുള്ളത്? 4 കോടിയിൽ കൂടുതൽ ആൾക്കാർക്കാണ് ഉള്ളത്. അപ്പം ബാക്കി എവിടുന്ന് വന്നവരാ? ഇത്രയും കൂടുതൽ കാർഡ് എവിടുന്ന് കിട്ടി? അപ്പം അതുകൊണ്ടാണ് ഈ നാടിനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും പദ്ധതിയുമായി ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ വരുന്ന സമയത്ത് ബംഗാളിലും കേരളത്തിലും അതേപോലുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ അതിൽ കൂടിയിട്ട്
പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർ കൂടിയിട്ട് പങ്കാളികളായിക്കൊണ്ട് നാടിനെ നശിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന സർവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എതിർക്കാൻ കാരണം അതാണ്. കാരണം എങ്ങനെങ്കിലും അധികാരത്തിൽ പിടിച്ചു തൂങ്ങണം, അത് ഭാരതത്തെ നശിപ്പിച്ചിട്ടായെങ്കിലും വേണ്ടിയില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ എവിടെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ത്വരിതഗതിയിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ അവർ നിശിതമായിട്ട് എതിർക്കാൻ കാരണം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ബംഗ്ലാദേശിൽ വെറുതെ അല്ല ഈ ഭീകരവാദികൾ താവളമാക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് പഠിപ്പിച്ച് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം മാത്രമല്ല, ഭീകരപ്രവർത്തനത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന സെൻറ്റർ അവിടെയാണ്. ആ ട്രെയിനിങ് കൊടുത്തിട്ട് വിടുന്ന ആൾക്കാർ ഇങ്ങ് കേരളത്തിലെ തിരുവനന്തപുരത്തിൻ്റെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വരെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ അനുമാനിക്കണം. വെറുതെ ഇരിക്കുക എല്ലാവരും, ശ്രദ്ധിക്കണം എല്ലാവരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.